the richness, the quality of your earthly life depends on your relationship with the Heavenly Father. നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ, അതിൻ്റെ മികവെല്ലാം നിങ്ങളുടെ സ്വർഗീയ പിതാവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഗുണമേന്മ അനുസരിച്ചിരിക്കും. People are slow, say it again. നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ ഗുണനിലവാരം, മേന്മ, അതെല്ലാം നിങ്ങളുടെ സ്വർഗീയ പിതാവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ചായിരിക്കും. Once again, the quality of your earthly life depends on your relationship with the Heavenly Father. സ്വർഗീയ പിതാവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ മേന്മയിരിക്കുന്നത്. Jesus once said, there was a rich father who had two sons. യേശു ഒരിക്കൽ പറഞ്ഞു, ഒരു രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒരു ധനികനായ പിതാവുണ്ടായിരുന്നു. And these two sons grew up in that house without lacking anything at all. ഈ രണ്ട് പുത്രന്മാരും യാതൊരു കുറവും അറിയാതെയാണ് ആ വീട്ടിൽ വളർന്നത്. But the younger one once said, whatever should come as a share inheritance, give me that, I want to go out. എന്നാൽ ഇളയ മകൻ ഒരു ദിവസം പറഞ്ഞു, എൻ്റെ സ്വത്തിൽ എനിക്ക് വേണ്ടതെല്ലാം, എനിക്ക് അവകാശപ്പെട്ടതെല്ലാം എനിക്ക് തരിക എന്ന് പറഞ്ഞു. And the father gave it. പിതാവ് അവന് നൽകി. The moment he stepped out of the house, his relationship with the father was cut. അവൻ ആ വീടിൻ്റെ പടി ഇറങ്ങിയ നിമിഷം മുതൽ താനും പിതാവുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. And the same moment the supply line was cut. അതേസമയം തന്നെ അവൻ്റെ ജീവിതത്തിലേക്കുള്ള സകലവിധ നന്മകളുടെയും ആ ലൈനും അവിടെ കട്ട് ചെയ്യപ്പെടുകയായിരുന്നു. What he had when he stepped out, within days he squandered and he became a pauper. എന്താണ് സംഭവിച്ചത്? തൻ്റെ കയ്യിൽ കിട്ടിയ പണമെല്ലാം ഏതാനും ദിവസങ്ങൾക്ക് അകത്ത് തന്നെ അവനെല്ലാം അത് ധാരാളിത്തത്തോടെ ചെലവഴിച്ചു കളയുകയും അവനൊരു ദരിദ്രനായി മാറുകയും ചെയ്തു. But still in his house, in his father's house, there is no famine, there is no recession, there is no lack. എന്നാൽ അപ്പോഴും അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ യാതൊരു കുറവുമില്ല, ക്ഷാമമില്ല. And you know the story when he came to the realization and when he decided, I will go back, I will get reconnected with the supply line, I will get reconnected with my father's heart, everything started coming back. എന്നാൽ അവന് മാനസാന്തരമുണ്ടായി സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും, എൻ്റെ നന്മകളുടെ ഉറവിടം ആ വഴിയിലേക്ക് ഞാൻ റീകണക്ട് ചെയ്യാൻ പോവുകയാണ്, ആ സപ്ലൈ ലൈനിലേക്ക് ഞാൻ റീകണക്ട് ചെയ്യാൻ പോവുകയാണ് എന്നവൻ തീരുമാനിച്ചു. This is not in my message today, but as the worship was going on, clearly the Holy Spirit told me, tonight some people are going to get reconnected and the supply line will be reconnected and everything is going to flow back. ഇതാ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം ഞാൻ ഒരുങ്ങി വന്നൊരു സന്ദേശമല്ല. എന്നാൽ ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നല്ലൊരു ബോധ്യം നൽകി. ഇന്നിവിടെ വന്നിരിക്കുന്ന ചിലർ പിതാവുമായിട്ട് നിങ്ങളുടെ ബന്ധം റീകണക്ട് ചെയ്യുമ്പോൾ, പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട നന്മകളുടെ വഴികൾ തുറക്കപ്പെടുകയാണ്. ആ ലൈൻ വീണ്ടും കണക്ട് ചെയ്യുകയാണ്. I'm going to announce that opening sentence once again. The quality of your earthly life is directly proportional to the quality of your relationship with the Heavenly Father and how you are connected to the Father's house. ഇതാ സ്വർഗീയ പിതാവുമായിട്ടും അവൻ്റെ സ്വർഗീയ ഭവനവുമായി, അപ്പൻ്റെ ഭവനവുമായി നിങ്ങൾക്കുള്ള ബന്ധത്തിൻ്റെ ആ മേന്മയും ഗുണനിലവാരവുമാണ് നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. Hallelujah. Hallelujah. The moment the prodigal decided to go back and get reconnected, everything started, that restoration process started. ഇതാ ഏത് നിമിഷമാണോ ആ മുടിയനായ പുത്രൻ വീണ്ടും പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകുവാനും ബന്ധം സ്ഥാപിക്കുവാനും താൻ തീരുമാനിച്ചത്, അപ്പോൾ തന്നെ ആ പുനഃസ്ഥാപനത്തിൻ്റെ പരിപാടികൾ ആരംഭിച്ചു. അവൻ്റെ സപ്ലൈ ലൈനിലേക്കുള്ള കണക്ഷനുകൾ ആരംഭിച്ചു. Hallelujah. Hallelujah. Now, you may think that I am not a prodigal, I am in the house. But the thing is, even though you are in the house, many times
people live a substandard life because of the ignorance of the riches of the Father. ഇതാ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ ധൂർത്തപുത്രനൊന്നുമല്ല, ഞാൻ ദൈവ ആലയത്തിനകത്ത് തന്നെയുണ്ട്, അപ്പൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. എന്നാൽ ആ ആലയത്തിനകത്ത് വസിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ ധനമഹാത്മ്യത്തെക്കുറിച്ച്, പിതാവിൻ്റെ ധനസമ്പത്തിനെക്കുറിച്ചുള്ള അജ്ഞത നിമിത്തം ആളുകൾ ദരിദ്രരെ പോലെ ജീവിക്കുന്നു. I'm not talking in terms of earthly things. I'm talking in terms of spiritual truths and principles. ഞാൻ ഭൗതികമായ കാര്യങ്ങളെ അനുബന്ധിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആത്മീകമായ സത്യങ്ങൾ, ചില തത്വങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ ബന്ധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Shout a big hallelujah. ഒരു വലിയൊരു ഹല്ലേലൂയ. Lift your hands and pray that prayer. Lord, I'm coming back. I just want to get reconnected in the proper way, and I want to restore that supply line. ഇതാ കരങ്ങൾ ഉയർത്തുന്നു പ്രാർത്ഥിക്കാമോ? പിതാവേ, ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. എൻ്റെ കണക്ഷനുകളെ, അങ്ങയുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ വീണ്ടും യോജിപ്പിക്കുകയാണ്. Come on, pray. എല്ലാവരും ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? പിതാവേ, അങ്ങയുടെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ എവിടെയൊക്കെ പുറകോട്ട് പോയിട്ടുണ്ടോ, അങ്ങിൽ നകന്നു പോയിട്ടുണ്ടോ, ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് ഓടി വരുന്നു. അപ്പാ, അങ്ങയുടെ ബന്ധത്തിലേക്ക് ഞാൻ ഓടി വരുന്ന കർത്താവേ, ആ ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. This could mean coming back to your prayer life. ഒരുപക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നതാകാം. It could mean the coming back to the fellowshipping with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നതാകാം. It could be coming back into that walk with the Lord. കർത്താവുമായി നടക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു മടങ്ങി വരവ് നടത്തുന്നതായിരിക്കും. Hallelujah. Hallelujah. Remember, Holy Spirit is always the companion. When you go back, He will say recalculating you. He will show you the way, and He will ask you to take a U-turn, and how you can come back. Every guidelines and every leading the Holy Spirit will give you. എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ പലപ്പോഴും വഴിവിട്ട് അകന്നു പോകുമ്പോഴും അവൻ എപ്പോഴും നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് വഴി വീണ്ടും കാണിച്ചു തന്നുകൊണ്ട്, മകനെ ഒരു യൂ-ടേൺ എടുക്കുക, മടങ്ങി വരിക, ഈ വഴി വീണ്ടും വരിക എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടി യോജിക്കുന്നത് വരെ അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. Hallelujah. Hallelujah. Shout a big hallelujah. Share the hallelujah. I think 2 Corinthians chapter 13 verse number 14, the last verse, it says, may the fellowship of the Holy Spirit be with you all. Fellowship of the Holy Spirit. 2 കൊരിന്ത്യർ 13-14 വചനത്തിൽ അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടെ പ്രത്യേകം ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. Hallelujah. Hallelujah. That means you are fellowshipping with the Holy Spirit. അതിന്റെ അർത്ഥം എന്താണ്? നാം കൂട്ടായ്മ ആചരിക്കുന്നത്, കൂട്ടായ്മ പങ്കിടുന്നത് പരിശുദ്ധാത്മാവുമായിട്ടാണ്. Hallelujah. Hallelujah. It is like going to have a coffee with a friend in a coffee shop. You are spending time, maybe 1 hour, 1.5 hours with a friend, having a fellowship, having a friendship time. In the same way, fellowship of the Holy Spirit. ഇതാ ഒരു കൂട്ടുകാരനുമായി കോഫി കുടിക്കാൻ, കാപ്പി കുടിക്കാൻ പോകുന്നത് പോലെ തന്നെ ആ വ്യക്തിയുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, ആ വ്യക്തിയുമായിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള സഖിത്വം, അവനോട് കൂടെ നമ്മൾ സമയം ചെലവഴിക്കുന്നു. Lift your hands and pray. Father, help me to understand how to fellowship with the Holy Spirit. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാമോ? പ്രിയ പിതാവേ, പരിശുദ്ധാത്മാവുമായിട്ട് എങ്ങനെയാണ് കൂട്ടായ ബന്ധത്തിലേക്ക്, ആ സഖിത്വത്തിലേക്ക് വരേണ്ടത് എന്നെ പഠിപ്പിച്ചു തരണമേ, കാണിച്ചു തരണമേ. Teach me in practical terms, Lord. എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. Hallelujah. Hallelujah. Fellowship means sharing. കൂട്ടായ്മ എന്ന് പറയുന്നത് പങ്കുവയ്ക്കലാണ്. Fellowship means friendship. അപ്പോൾ തന്നെ അത് സഖിത്വമാണ്. Fellowship means partnership. കൂട്ടായ്മ എന്ന് പറയുന്നത് പങ്കുചേരുന്നതാണ്, പങ്കാളിത്തമാണ്. Hallelujah. Hallelujah. So you may understand now what is meant by fellowshipping with the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. Amen. 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 You know, our whole spiritual life is built upon revelation.
നമുക്കറിയാം നമ്മുടെ മുഴുവൻ ആത്മീക ജീവിതവും വെളിപ്പാടിന്റെ മുകളിലാണ് പണിയപ്പെടുന്നത്. Even when you sit here, the Holy Spirit can give you a series of revelation. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും വെളിപ്പാടുകളുടെ ഒരു നിര തന്നെ പരിശുദ്ധാത്മാവിന് തുടർമാനമായി നിങ്ങൾക്ക് തരാൻ കഴിയും. When you don't receive any revelation, that means we are spiritually blind. ഇത് നമ്മൾ വെളിപ്പാടുകൾ പ്രാപിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആത്മീകമായി അന്ധരാണ്. You will have to go through a cataract surgery. ഒരുപക്ഷെ തിമിര ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ടി You വരാം. will have to change your lenses. ലെൻസുകൾ മാറ്റേണ്ടി വരും. You understand what I'm saying? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? So revelation in a Christian life is so important. ഒരു ക്രിസ്ത്യൻ ജീവിതത്തിൽ വെളിപ്പാട് പ്രാപിക്കുക എന്നത് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. Shall we read Ephesians chapter number 1? എഫേസ്യ ലേഖനം 1-ാം അധ്യായം എന്ന് വായിക്കാം. Ephesians chapter number 1. എഫേസ്യ ലേഖനം 1-ാം അധ്യായം Let us start from verse number 3. അതിന്റെ 3-ാം വചനം മുതൽ നമുക്ക് വായിക്കാം. It says, praise be to the God and Father of our Lord Jesus Christ, who has blessed us in the heavenly realms with every spiritual blessing in Christ. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. Hallelujah. ഹല്ലേലൂയ. As you know, the entire New Testament is in the past tense. ഇതാ മുഴുവൻ പുതിയ നിയമവും എഴുതപ്പെട്ടിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്, അതായത് ഭൂതകാലത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. That means the entire New Testament has to tell us that everything is done from God's part. ഇതാ മുഴുവൻ പുതിയ നിയമവും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട സകല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. Now, from our side, we have to do our part, and then will come the fullness. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൂടെ വരുമ്പോഴാണ് പൂർണ്ണത സംഭവിക്കുന്നത്. Are you with me? എത്ര പേർ കൂടെയുണ്ട്? Shout hallelujah. ഒരു ഹല്ലേലൂയ. For example, even before we were born, the remedy for our sin problem was done 2000 years ago. നാം ഇവിടെ ജനിക്കുന്നതിന് മുൻപ് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സകലവിധ പാപത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് ക്രൂശിൽ നടന്നു കഴിഞ്ഞു. Hallelujah. ഹല്ലേലൂയ. Even before we were born, even before we committed the first sin, the salvation was already worked out from God's side. ഇതാ നാം ആദ്യത്തെ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞിരുന്നു. Now, when we come to the realization that we are sinners, and when we have the awareness of the need of a savior, that is the time we receive salvation into our lives. എന്നാൽ നാം പാപികളാണെന്നും എനിക്കൊരു രക്ഷകൻ ആവശ്യമാണെന്നും നാം മനസ്സിലാക്കി നാം അതിനെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. Say amen to that. എത്ര പേർ ഒരു ആമേൻ പറയും? In the same way, everything, even for our physical needs, even before we were born, God supplied oxygen for us so that we can breathe in. ഇതാ നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട സകല കാര്യങ്ങളും നാം ഇപ്പോൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. The dress, the footwears, the food, everything was already supplied by heaven. ഇതാ നാം ധരിക്കേണ്ട വസ്ത്രം, നാം കാലിടേണ്ട ചെരുപ്പ്, അതെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് വിട്ടത്. Hallelujah. ഹല്ലേലൂയ. This is why Paul, in that deep revelation, he says at verse number 3, praise be to God and the Father of our Lord Jesus Christ, who has blessed us in the heavenly realms
with every spiritual blessing in Christ. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അതുകൊണ്ടാണ് പൗലോസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. God has completely done his part. ദൈവം സമ്പൂർണ്ണമായി തന്റെ ഭാഗം ചെയ്തു കഴിഞ്ഞു. Hallelujah. ഹല്ലേലൂയ. Nothing is left. ഒന്നും വിട്ടുപോയിട്ടില്ല. That is why Jesus cried out on the cross, it is finished. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രൂശിൽ സകലവും പൂർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞത്. The Greek verb means it is completely complete. അതിന്റെ ഗ്രീക്ക് പരിഭാഷയുടെ അർത്ഥം ഇതാണ്, പൂർണ്ണമായും പൂർത്തിയായി. Hallelujah. ഹല്ലേലൂയ. Now, from our side, we have to believe it, we have to receive it by faith and activate it, work it out. എന്നാൽ നാം വിശ്വാസത്താൽ അത് വിശ്വസിക്കുകയും വിശ്വാസത്താൽ അത് സ്വീകരിക്കുകയും വിശ്വാസത്താൽ അത് പ്രവർത്തിപ്പിക്കുകയും വേണം. Hallelujah. ഹല്ലേലൂയ. This is where we fail. ഇവിടെയാണ് നാം പരാജയപ്പെട്ടു പോകുന്നത്. Somebody said the church has no power problem, but the church has a knowledge problem. ഇത് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, സഭയ്ക്ക് ശക്തിയുടെ കുറവില്ല, എന്നാൽ അറിവിന്റെ കുറവുണ്ട്. Because power has already come. കാരണം ശക്തി ഓൾറെഡി വന്നു കഴിഞ്ഞു. Even before we were born, the Holy Spirit was still here on earth waiting for us to be born. ഇതാ നാം ഇവിടെ ജനിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നാം ജനിക്കുവാനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. And not only that, he was waiting for us to be born again. നാം വീണ്ടും ജനിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് വീണ്ടും കാത്തിരിക്കുക. So Paul says, in the heavenly realms, he has already blessed us with all the spiritual blessings in Christ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സ്വർഗ്ഗതലങ്ങളിൽ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. Now by faith we have to grow into maturity and receive it and enjoy it. അതുകൊണ്ട് നാം വിശ്വാസത്താൽ നാം ആ പക്വതയിലേക്ക് വളർന്ന് അതിനെ പ്രാപിച്ച് അത് ആസ്വദിക്കണം. Shall we read verse number 4? 4ാം വചനം. For he chose us in him before the creation of the world to be holy and blameless in his sight. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. Paul says he chose us. നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പൗലോസ് പറയുന്നു. When did he choose us? എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? He chose us in him before the creation of the world. ഇതാ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. Hallelujah. ഹല്ലേലൂയ. Can we say amen to that? എത്ര പേര് ആമേൻ പറയും? Even before the universe was created, we were already chosen in Christ. ഇതാ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെ ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. Hallelujah. ഹല്ലേലൂയ. At least if we can understand the meaning of this statement, we will fall prostrate before him and worship him. ഇതാ ഈ ഒരൊറ്റ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ തന്നെ നാം സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കും. Even before the universe was created, I was chosen in Christ. ഇതാ ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. Hallelujah. Hallelujah. That can bring in a lot of confidence and boldness and courage in us. നമ്മുടെ അകത്തേക്ക് ധാരാളം ധൈര്യത്തെയും ഊർജ്ജത്തെയും പകരുന്ന ഒരു പ്രസ്താവനയാണ്. I'm not just a passerby. I have an identity. I have an election. I was predestined by my Father. ഇത് ഞാൻ ചുമ്മാ ഒരു വഴിപോക്കനല്ല, യാദൃശ്ചിക ഈ ഭൂമിയിൽ വന്നവനല്ല. എന്റെ പിതാവ് ലോകസ്ഥാപനത്തിന് മുൻപേ ഞാനിവിടെ ആയിരിക്കണമെന്ന് നിശ്ചയിച്ചത് കൊണ്ട് അവന്റെ മുൻ നിർണയപ്രകാരം ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു. I am not a rejected case. I am an accepted case by the heavenly ഞാൻ Father. തള്ളപ്പെട്ട ഒരു വ്യക്തിയല്ല, സ്വർഗീയ പിതാവിനാൽ അംഗീകരിക്കപ്പെട്ട സ്വീകരിക്കപ്പെട്ടവനാകുന്നു ഞാൻ. Come on, somebody shout hallelujah to എത്ര പേർ ആ Jesus. വെളിപ്പാടിന് ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. When you receive this revelation, you will have the power to kick the devil away. ഇതാ ഈ വെളിപ്പാട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പിശാചിനെ ചവിട്ടി പുറത്താക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവും. Come on, somebody. എത്ര പേർ ചേർന്നൊരു ആർപ്പോടെ സ്തുതിക്കും? ഹല്ലേലൂയ. Number 5, he predestined us for adoption to sonship through Jesus Christ in accordance with his pleasure and will. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവനിൽ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. I think a few weeks ago
I still remember I preached a message titled, "You are a destined baby." Anybody remembers? നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ചില ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ മുൻ നിർണയിക്കപ്പെട്ട, മുൻ നിശ്ചയിച്ച ഒരു പൈതലാകുന്നു എന്നൊരു സന്ദേശം ഞാൻ ഇവിടെ പറഞ്ഞു. Look at me please, brothers and sisters. Everything, even into the minute details of your life, is preordained by the Heavenly Father. നിങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വളരെ വിശകലനം ചെയ്ത് വിശദമായി സ്വർഗീയ പിതാവ് മുൻ നിശ്ചയിക്കുകയും അവൻ എഴുതി വച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. Always remember, beauty is in details. എപ്പോഴും ഓർക്കുക, ഒരു കാര്യത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസിലാണ്. For example, if you look at this shirt, if you look at the churidar, the material, even the minute details, some weaver, some cloth designer designed it. That is what is bringing out the beauty of it. നിങ്ങളുടെ ഡ്രസ്സിലേക്ക് നോക്കുക, നിങ്ങളുടെ ചുരിദാറിലേക്ക് നോക്കുക, ചില തുണിത്തരങ്ങൾ, അതിൻ്റെ ഇഴകൾ, അതിലെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഊടും ഭാവും ചേർത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ വില വർദ്ധിക്കുന്നത്, മനോഹാരിത വർദ്ധിക്കുന്നത്. Every weaver has a detailing eye and perspective. ആ ഒരു നെയ്ത്തുകാരൻ, മികവുറ്റൊരു നെയ്ത്തുകാരന് അവൻ്റെ ആ ഡീറ്റെയിലിംഗ് ആയിട്ട് ആ വർക്ക് ചെയ്യുമ്പോൾ അതൊരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. Do you know that the master craft worker, the master designer, his eyes are on you into every minute details of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ അംശങ്ങളിൽ പോലും ആ മുഖ്യ ശില്പിയായവന്റെ, ആ സൃഷ്ടികർത്താവിന്റെ കരതലങ്ങളുണ്ട്, അവന്റെ മനസ്സ് പതിഞ്ഞിരിക്കുന്നു. Hallelujah. Hallelujah. I don't know, I request all of you to just receive this truth that I'm going to tell you today. You are not an unattended case. ഇതാ ഇനി പറയാൻ പോകുന്ന വെളിപ്പാട് നിങ്ങൾ പിടിച്ചെടുത്തോളണം. നിങ്ങൾ സ്വർഗീയ പിതാവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയല്ല, ത്യജിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾ എല്ലാവരും ത്യജിക്കപ്പെട്ട് ഒരു വ്യക്തിയല്ല. സ്വർഗീയ പിതാവിന്റെ ശ്രദ്ധ പതിഞ്ഞു കിടക്കുന്ന, സ്വർഗീയ പിതാവ് പദ്ധതി ഇട്ടിരിക്കുന്ന, അവന്റെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. Good preaching again. ഇതാ ദൈവത്തിന്റെ പിതാവിന് നിങ്ങൾ ഏറ്റവും ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അവൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ ഡിസൈൻ ചെയ്ത് പദ്ധതിയിട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. Thank you Jesus. What we need is the eyes to see how the fingers of God are working in our lives. എന്നാൽ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് സ്വർഗീയ പിതാവിന്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, മെനയുന്നത് കാണുവാനുള്ള ഒരു കണ്ണ് തുറന്നു കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. I told you one day, one of the signs of maturity is to see the purposes of God in every, even in small things. ഒരിക്കൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും, നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും അതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് പക്വതയുടെ ലക്ഷണം. You didn't get it. Say it again. ആത്മീക പക്വതയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തിനു വേണ്ടി സംഭവിച്ചു, എന്തുകൊണ്ട് ദൈവം അതിലൂടെ കൊണ്ടുപോയി എന്ന്, അതിന്റെ പുറകിലെ ദൈവത്തിന്റെ പദ്ധതി, purpose മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. That is what is stated in Romans 8:28. അതാണ് റോമാലേഖനം 8:28 God പറയുന്നത്. works everything for the good of those who love God and who have been predestined by Him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും ദൈവം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കും. Come on, worship. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ചേർത്തടിച്ച് ആ വെളിപ്പാടിനെ സ്വീകരിക്കുക. അകത്തേക്ക് ഇത് പതിയട്ടെ. Hallelujah. I don't know why the Holy Spirit is repeating one thing. You are not an unattended case. പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് എൻ്റെ അകത്ത് നിങ്ങളോട് പറയാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട കേസല്ല, അവന്റെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. Can I tell you a little more in a clearer way? The eyes of the Father
are always on you. കുറച്ചുകൂടി ലളിതമായി വ്യക്തമായി പറയട്ടെ, പിതാവിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേൽ എപ്പോഴുമുണ്ട്. Just like the eyes of a dad or a mom are on the baby. ഒരു ശിശുവിനെ എപ്പോഴും അമ്മയും അപ്പനും നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ You are not an unattended case. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. Shall we give him some praise? എത്ര പേർ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും? Come on, just അവരുടെ praise. വിശ്വസ്തതയോ Thank him. If you believe, if you അത് understand, വിശ്വസിക്കുന്നവർ, അത് ഗ്രഹിച്ചവർ, ആ വെളിപ്പാട് പ്രാപിച്ചവർ, അവന്റെ നന്മയെ ഓർത്തുകൊണ്ട് I don't know, some healing is taking place, some emotional healing is taking place right now. ഇത് ചില വൈകാരിക മേഖലയിൽ സൗഖ്യം പരിശുദ്ധാത്മാവ് ഇപ്പോൾ The ചെയ്യുന്നു. Holy Spirit is filling some vacuum in your life. നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിറക്കുകയാണ്. Hallelujah. Amen. Please sit, please sit. ദയവായിരുന്നാലും Verse number 5, once again, He predestined us for adoption to sonship through Jesus Christ, in accordance with His pleasure and will, to the praise of His glorious grace, which He has freely given us in the one He loves. Verse number 7, in Him we have redemption through His blood, the forgiveness of sins, in accordance with the riches of God's grace. Verse number 7. 6-7 വചനങ്ങൾ. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. Verse number 8, that He lavished on us with all wisdom and understanding. He made known to us the mystery of His will, according to His good pleasure, which He purposed in Christ. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. And verse number 10, to be put into effects when the times reach their fulfillment, to bring unity to all things in heaven and on earth under Christ. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. Hallelujah. ഹല്ലേലൂയ. Are you okay? എത്ര പേർ ഒപ്പമുണ്ട്? Yes, a few more verses. ചില വചനങ്ങൾ വായിക്കട്ടെ. Are you with me? കൂടെയുണ്ടോ? 11, in Him, that means in Christ, we were also chosen, having been predestined according to the plan of Him who works out everything in conformity with the purpose of His will. അവനിൽ നാം അവകാശവും പ്രാപിച്ച് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. In order that we who were in the first to put our hope in Christ might be for the purpose of for the praise of His glory. ക്രിസ്തുവിൽ ആശവെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. Verse number 13, and ye were also included in Christ when you heard the message of truth, the gospel of your salvation. When you believed, you were marked in Him with a seal, the promised
Holy Spirit. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. Now here I just want to stay here for a while. It says you were marked in him with a seal, the promised Holy Spirit. ഇതാ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. When we have conferences here, a special retreats here, we will have a registration counter here. നമ്മളിവിടെ കോൺഫറൻസുകൾ നടത്തുമ്പോൾ റിട്രീറ്റുകൾ നടത്തുമ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവും. The last one was the Church Growth Conclave. Pastors came from different parts of India and even from outside, and they came to a registration counter and they had a badge. കഴിഞ്ഞ നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ പ്രെയർ ചർച്ച് ഗ്രോത്ത് കോൺക്ലേവിൽ പാസ്റ്റേഴ്സ് ഇവിടെ വന്നു, അവർ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവർക്കൊരു രജിസ്ട്രേഷൻ ചെയ്ത ബാഡ്ജ് അവർക്ക് കിട്ടുകയാണ്. So if they are moving around here, we can identify a delegate. അവർ ഇവിടെ ഈ പരിസരത്തെല്ലാം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഒരു ഡെലിഗേറ്റിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. During the lunch time, during the different sessions, we can identify any delegate with this badge. ഈ ബാഡ്ജ് അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഫറൻസിലെ ഒരു ഡെലിഗേറ്റ് ആണ് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. Hallelujah. കേൾക്കുന്നുണ്ടോ? If anybody is without a badge, we know that that person is not a delegate. ഒരു വ്യക്തി ബാഡ്ജ് ധരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം കോൺഫറൻസിലെ ഡെലിഗേറ്റ് അല്ല. He is not registered. He is not supposed to attend the sessions. And if organizers are there, they can easily identify who is a delegate and who is not a delegate. അതുകൊണ്ട് ബാഡ്ജ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ആരൊക്കെയാണ് ഈ ഡെലിഗേറ്റ് ആയിട്ട് വന്നിരിക്കുന്നവർ അല്ലാത്തവർ എന്ന് പെട്ടെന്ന് തന്നെ ഭാരവാഹികൾക്ക് തിരിച്ചറിയാൻ കഴിയും. Do you agree? മനസ്സിലാക്കുന്നുണ്ടോ? Agreed? അല്ലേ? Paul says you have been marked with a seal, and that seal is the Holy Spirit. ഇവിടെ പൗലോസ് പറയുകയാണ് ഒരു മുദ്ര കൊണ്ട് നിങ്ങളെ മാർക്ക് ചെയ്തിരിക്കുകയാണ്, അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ആ മുദ്ര എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്നു. That means you are approved to enter. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ പ്രവേശനത്തിന് യോഗ്യരായിരിക്കുന്നു. Because of the mark, because of the seal. ഈ മുദ്ര സീൽ നിങ്ങളുടെ മേൽ വീണതുകൊണ്ട്, or because of the badge. ഈ ബാഡ്ജ് നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട്. You are unauthorized delegate. നിങ്ങൾ ഒരു അംഗീകരിക്കപ്പെട്ട ഡെലിഗേറ്റ് ആകും. Hallelujah. Hallelujah. So many believers are afraid of the mark or the seal of the beast, the Antichrist. പല വിശ്വാസികളും അന്തിക്രിസ്തു എന്ന ആ മൃഗത്തിന്റെ മുദ്ര അതിനെ ഓർത്ത് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. Hello brothers and sisters, you are already marked. ഹലോ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാർക്ക് വീണ് കഴിഞ്ഞു. Don't be afraid of 666 or any other mark. 666 എന്നുള്ള മൃഗത്തിന്റെ മുദ്ര വരുമോ എന്ന് ഓർത്ത് ആരും പേടിക്കണ്ട. The heaven has already sealed you. ഇതാ പരിശുദ്ധാത്മാവിന്റെ മുദ്രയിട്ട് സ്വർഗം നിങ്ങളെ പണ്ടേ മുദ്രയിട്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. You are already owned by heaven. ഇതാ സ്വർഗത്തിന്റെ സ്വന്തമാക്കി അവൻ എന്നേ നിങ്ങളെ മാറ്റിയിരുന്നു. Come on guys. Hallelujah. Understand this. You were predestined even before the creation of the universe. ഇതാ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുൻപ് തന്നെ അവൻ ക്രിസ്തുവിൽ നിങ്ങളെ മുൻ നിയമിച്ചിരുന്നു. Now Paul says you have been marked with a seal, the promised Holy Spirit. ഇതാ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവെന്ന അച്ചാരം കൊണ്ട്, ആ മുദ്ര കൊണ്ട് അവൻ നിങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. When you realize this, when you have the understanding of this, you become so courageous. ഇതാ നിങ്ങൾ ആ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ, ഇത് നിങ്ങൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. No demon can touch me. ഒരു സാത്താനെ നിങ്ങളെ തൊടുവാൻ പോലും No കഴിയില്ല. devil can haunt me. ഒരു പിശാചിനെ നിങ്ങളെ വേട്ടയാടാൻ കഴിയില്ല. I am a property of heaven. ഞാൻ സ്വർഗത്തിന്റെ വകയാകുന്നു. I have the seal of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്റെ മേലുണ്ട്. Come on. എത്ര പേർ ചേർന്ന് കരങ്ങളെ അടിച്ച് ഓ രമരമ ശതേരിയതേ ശാന്തരെ ലാൽബാരഖതേരിയത Sharadhalasya Tramana Rathala Rathahasa Thalaba Shandaraba Rahala Haradhahasara Tharaba Shanda.
You are not just a passerby. നിങ്ങളൊരു You are വഴിപോക്കനല്ല. authorized by heaven. നിങ്ങൾ സ്വർഗ്ഗത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ചുമ്മാ ഒരു വഴിപോക്കനല്ല. You are not just an unattended case. You are approved. You have the ISI mark. നിങ്ങൾ എല്ലാവരാലും ത്യജിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, സ്വർഗം അംഗീകരിച്ച അവന്റെ ISI മാർക്ക് മുദ്രണം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. Verse number 14 says, who is a deposit guaranteeing our inheritance until the redemption of those who are God's possession to the praise of his glory. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. I know this is too heavy, and for many of you this is too deep. ഈ വാക്യങ്ങളൊക്കെ But the same Holy Spirit, the seal, can slowly but surely reveal this, maybe piece by piece, part by part, if you're open. ഇത് വളരെ കട്ടിയുള്ള ഗഹനമായ വചനങ്ങളും വാക്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് തോന്നാം ആണ്. പക്ഷേ എന്നാൽ ഇതേ പരിശുദ്ധാത്മാവ് തന്നെ കഷണം കഷണങ്ങളായി ശകലങ്ങളായി നിങ്ങളുടെ ആത്മാവിന് വെളിപ്പാടുകളായി ഇത് പകർന്നു തരും. The Holy Spirit is the best Bible professor. ഏറ്റവും നല്ല വചന പണ്ഡിതൻ, വചനം പഠിപ്പിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവ് തന്നെയാണ്. Can I read verse number 14? It says, starting from the last part of verse number 13, the promised Holy Spirit. That means you were marked in him with a seal, the promised Holy Spirit, who is a deposit guaranteeing our inheritance until the redemption of those who are God's possession, to the praise of his glory. It says, you have received a deposit guaranteeing the inheritance. അവിടെ ഒന്നും കൂടി 14-ാമത്തെ വചനത്തിലേക്ക് നോക്കിയാൽ, സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ അവകാശത്തിന്റെ അച്ചാരം. അവകാശത്തിന്റെ അച്ചാരം. Acharam means something that is given in advance. അച്ചാരം എന്ന വാക്കിന്റെ അർത്ഥം എന്നത് ഒരു മുൻകൂറായിട്ട് കൊടുക്കുന്ന, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യം, ഉറപ്പിന് വേണ്ടി. That means when you get this advance, you know for sure that the deal is done and the rest will come. ഈ അഡ്വാൻസ് കിട്ടുമ്പോൾ ഇതാ ഡീല് ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി വരാനുള്ള ബാക്കി തുക അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പുറകെ വന്നോളൂ. Just like a token advance. നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നത് പോലെ. Because of the seal, because of the Holy Spirit in you, you have a 100% assurance that the Father's inheritance in its fullness will come to you. ഇത് പരിശുദ്ധാത്മാവെന്ന മുദ്ര നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് ബാക്കി സ്വർഗത്തിലെ സകല പിതാവിന്റെ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു, നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണത്. ഹല്ലേലൂയ. The devil's strategy is to show you small things to distract you from the main thing. പിശാചിന്റെ പദ്ധതി എന്നത് കൊച്ചു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് കർത്താവ് ഒരുക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മൾ കാണുക പോലുമില്ല. We are more concerned about the electricity bill, the water bill, the fees, the rent, and so many other small things. നമ്മുടെ ഈ ലോകത്തിലെ കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, ഫീ അടക്കാനുള്ളത്, റെൻ്റ് അടക്കാനുള്ളത്, ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ പതിഞ്ഞ് വലിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. Many times we are very good at majoring in the minor and minoring in the major.
വലിയ കാര്യങ്ങളെ കൊച്ചു കാര്യങ്ങളാക്കുന്നതിലും കൊച്ചു കാര്യങ്ങളെ വലിയ കാര്യങ്ങളായി കാണുന്നതിലും നമ്മൾ മിടുക്കന്മാരാണ്. And that is the devil's strategy. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. Saul in the Old Testament was searching for the father's donkeys, and the heavenly father's plan was to make him royalty. ഇതാ നമുക്കറിയാം ശൗലിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ശൗല് തൻ്റെ അപ്പൻ്റെ കഴുതകളെ അന്വേഷിച്ച് രാജ്യത്തിൽ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ സ്വർഗീയ അപ്പൻ തന്നെ കുറിച്ച് ആഗ്രഹിച്ചത് ഇസ്രായേലിന്റെ രാജാവാക്കാനാണ്. He was more concerned about his father's donkey business. ശൗലിനാകെ താല്പര്യം ഉണ്ടായിരുന്നത് അപ്പന്റെ കഴുത ബിസിനസ്സിൽ മാത്രമായിരുന്നു. But the heavenly father was concerned about his kingship, his royalty. എന്നാൽ അവന്റെ രാജകീയതയിൽ അവനെ രാജാവാക്കുന്നതിലായിരുന്നു സ്വർഗീയ പിതാവിന് ഇഷ്ടം. You see the difference. ആ വ്യത്യാസം നോക്കുക. This is what is many a times happening in our lives. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. This is called short-sightedness. ഇതാണ് ഹ്രസ്വദൃഷ്ടി എന്ന് വിളിക്കുന്നത്. Let me finish with this, verse number 15. For this reason means you have to go to the previous verse. That means you have been marked with the seal and you have received a deposit and advance. For this reason, ever since I heard about your faith in the Lord Jesus and your love for God's people, I have not stopped giving thanks for you, remembering you in my prayers. ഇവിടെ പൗലോസ് പറയുന്നു അത് നിമിത്തം എന്ന് പറയുമ്പോൾ എന്താണ്? തൊട്ട് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സീല് വന്നു, നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് പോലെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു. This was one of the major prayer points of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളിൽ ഒന്നായിരുന്നു അത്. And there was also his praise points. അത് തന്റെ പ്രൈസ് റിപ്പോർട്ടും കൂടെയായിരുന്നു. 17. I'll close with this. I keep asking that the God of our Lord Jesus Christ, the glorious Father, may give you the spirit of wisdom and revelation so that you may know him better. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാ ധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Don't be afraid of these long sentences, complex sentences. ഈ വലിയ കുത്തും കോമയില്ലാതെ നീണ്ടു കിടക്കുന്ന വാക്യം കേട്ട് ആരും പേടിക്കണ്ട. This is called apostolic prayer. ഇത് ഒരു അപ്പോസ്തലിക പ്രാർത്ഥനയാണ്. An apostle will pray for believers just like this. ഒരു അപ്പോസ്തലൻ വിശ്വാസികൾക്ക് വേണ്ടി ഇതുപോലുള്ള പ്രാർത്ഥനയാണ് ശരിക്കും പ്രാർത്ഥിക്കുന്നത്. They should grow up. They should grow up in revelation like this. ഇതുപോലെ വെളിപ്പാടിൽ അവർ വളർന്നു വരണം. They will not allow you to remain as babes in Christ. ക്രിസ്തുവിൽ ശൈശവാവസ്ഥയിൽ തുടരുവാനായിട്ട് ഒരു അപ്പോസ്തലൻ നിങ്ങളെ അനുവദിക്കില്ല. But babies are more interested about milk bottle or Cadbury's or cookies or biscuits, balloons. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണ്ടത്? അയ്യോ എനിക്ക് പാൽക്കുപ്പി വേണം, എനിക്ക് മിഠായി വേണം, എനിക്ക് പോപ്പിൻസ് വേണം, എനിക്ക് ആ കളർ ബലൂൺ വേണം. But parents, fathers and mothers, they are more interested about their education, their future, their health. എന്നാൽ പാരൻസ് എങ്ങനെയാണ്? മാതാപിതാക്കൾ അവർക്ക് ആവശ്യത്തിനുള്ള നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകുന്നു, അവരുടെ ഭാവി എങ്ങനെയായിട്ട് മാറും, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുന്നത്. And finally Paul was praying, Lord, give them the spirit of wisdom and revelation. അവസാനം പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു ആത്മാവിനെ അവർക്ക് കൊടുക്കണമേ. Because when you have that spirit, you will know what all things are in reserve in Christ
just for you. ആ ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ, കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, കാണുവാൻ നമുക്ക് കഴിയും. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ലല്ലോ. നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല. This is what Paul is saying. ഇതാണ് പൗലോസും പറയുന്നത്. പറഞ്ഞേ, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല. ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല. ഒരു നല്ല കുടുംബത്തിൽ പിറന്നാണെന്ന് പറഞ്ഞു. നല്ല കുടുംബത്തിൽ പിറന്നത്. ഓ, അത് തന്നെ സംശയമാണ്. ഞാൻ പറഞ്ഞേ, ഞാനൊരു നല്ല കുടുംബത്തിൽ പിറന്നാണെന്ന് പറഞ്ഞു. ഞാനൊരു നല്ല കുടുംബത്തിൽ പിറന്നത്. എന്താ മോശമാണോ? ഈ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ പിറന്നത് മോശമാണെന്നാണ് വിചാരം. മറ്റേത് കളഞ്ഞേക്ക്, അത് തീർന്നു. മറ്റേ പരിപാടി തീർന്നു. ആ കുടുംബത്തിൻ്റെ കഥയെല്ലാം കഴിഞ്ഞു. വീണ്ടും ജനിച്ചതോടുകൂടെ, വീണ്ടും ജനിച്ചതോടുകൂടെ പഴയ കുടുംബം അത് തീർന്നു. പഴയ വീട്ടിൽ എന്ന് വിചാരിച്ചാൽ മതി, അത് തീർന്നു. ഹലോ ഒരു പുതിയ വീട്ടിൽ പിറന്നു. ഇല്ലാത്തതൊന്നുമില്ല ഈ അപ്പൻ്റെ വീട്ടിൽ, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ശരിയായില്ല. After arresting Samson, what did the Philistines do first? ശിംശോനെ അറസ്റ്റ് ചെയ്ത ശേഷം അവർ ആദ്യം ചെയ്ത കാര്യം, ഫിലിസ്തീൻമാർ ആദ്യം ചെയ്ത കാര്യം എന്താ? കണ്ണ് കുത്തി പൊട്ടിച്ചു. ശരിയാണോ? ആദ്യത്തെ പരിപാടി കണ്ണ് കുത്തി പൊട്ടിച്ചു. കണ്ണ് കുത്തി പൊട്ടിച്ച പിന്നെ എന്തും ചെയ്യാം. Once your spiritual vision is taken off, the devil can use you in any area. ഒരിക്കൽ നിങ്ങളുടെ ആത്മീക കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ, അത് എടുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിശാചിന് പിന്നെ എന്തും ചെയ്യാൻ കഴിയും. Then he became just like a puppet in their hands. പിന്നെ സാത്താന്റെ കയ്യിലെ കളിപ്പാവ് പോലെ ആയിട്ട് മാറും. But tonight, the Holy Spirit is opening your spiritual vision and understanding. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീകമായ കണ്ണുകളെ, നമ്മുടെ ആ പരിജ്ഞാനത്തിന്റെ കണ്ണുകളെ കർത്താവ് തുറക്കുകയാണ്. വാ തുറന്ന് പറഞ്ഞ, പിശാചേ ഇനി എന്നോട് കളിക്കണ്ടെന്ന് പറ. ഞാൻ പിശാചിനോട് സംസാരിക്കാറുണ്ട്, ദൈവത്തോട് സംസാരിക്കാറുണ്ട്. പിശാചിനോട് പറയുമ്പോൾ ഒരുത്തിനോട് ഉറക്കെ പറയും, ഇത്തിരി കടുപ്പത്തിലൊക്കെ പറയും. എപ്പോഴും ഓർക്കേണ്ടത്, പിശാചിനെ ജയിക്കാൻ മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, വാ കൊണ്ട് പറയണം. ഇപ്പോഴാണല്ലോ അറിയുന്നത്. ഒന്നുകൂടി പറയാം. പിശാചിനെ ജയിക്കാൻ ഓറലി, വേർബലി, ഓഡിബിൾ വോയിസിൽ പറയണം. യേശുവിൻ്റെ അടുക്കൽ പിശാച് 3 പരീക്ഷയുമായി വന്ന സമയത്ത് യേശു ചുമ്മാ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ചിന്തിക്കുമായിരുന്നു. നോ, പറഞ്ഞു. അപ്പോൾ അവനെ വിട്ട് പോയി. ഹല്ലേലൂയ. വാ കൊണ്ട് പറയണം. ശുശ്രൂഷകരെ, സ്പീക്ക് ടു ദ ഡെവിൾ. സാത്താനോട് സംസാരിക്കുക. സാത്താൻ വരുമ്പോൾ ഇങ്ങോട്ടൊന്നും സംസാരിപ്പിക്കരുത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒത്തിരി വിശ്വാസികൾ സാത്താൻ വരുന്ന സമയത്ത് ഇരുന്ന് കൊടുക്കുക, നല്ല കൊച്ചായിട്ട് ക്ലാസ്സിൽ ഇരുന്ന് കൊടുക്കുക. പറഞ്ഞു, ലെക്ചർ, നിന്നെ കൊള്ളൂല, നിന്റെ മൂക്ക് കൊള്ളൂല, നല്ലൊരു കുടുംബത്തിൽ നീ പറഞ്ഞില്ല, കാശില്ല നിനക്ക്, നിന്നെ ആരും കെട്ടിക്കൊണ്ട് പോകില്ല, നിനക്കൊരു ലൈഫില്ല. ഇതൊക്കെ പറയും. ആ ലെക്ചർ കേട്ടോണ്ടിരിക്കും. വേണമെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കും. ഓക്കെ പറ. ദൈവം മുമ്പിൽ വരുമ്പോൾ കഴിവ് നീ സംസാരിക്കരുത്, കേട്ടോണ്ടിരിക്കണം. പിശാച് മുമ്പിൽ വരുമ്പോൾ സംസാരിപ്പിക്കരുത്, അങ്ങോട്ട് പറയണം. ഹല്ലേലൂയ. ഇതൊന്ന് ഏറ്റെടുക്കുന്നേ. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. ദൈവം വരുമ്പോൾ വെടിപൊട്ടുന്ന പോലെ അങ്ങോട്ട് വിടുക. ഇങ്ങോട്ട് കേൾക്കാൻ സമയമില്ല, സംസാരിപ്പിക്കില്ല കർത്താവിനെ കൊണ്ട്. പിശാച് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. പുള്ളിയെ കൊണ്ട് മൊത്തം പറഞ്ഞ് നോട്ട്സ് എഴുതിയെടുത്ത് തലയിൽ അത് എൻഗ്രേവ് ചെയ്ത് വെച്ച് അതുമായിട്ട് നടക്കുക. അങ്ങോട്ട് സംസാരിക്കാനുള്ള ഗട്ട്സും ഇല്ല.
ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ എന്ന് പറയാനുള്ള നട്ടല് വേണം. അവിടെ പോവും. ഒരു കുഞ്ഞു പറഞ്ഞാൽ കേൾക്കും. ഹല്ലേലൂയ. പിശാച് ടെംപ്റ്റേഷനുമായി വരുമ്പോൾ തോട്ട്സിൽ മാത്രം എതിർത്താൽ പോരാ, വാക്കുകൊണ്ട് വചനം സംസാരിച്ച്, വാക്കുകൊണ്ട് വചനം സംസാരിക്കുക ഈസ് ഈക്വൽ ടു അവനാഴിയല്ല, ഈ ഉറയിൽ നിന്നും വാള് വലിച്ചൂരി വെട്ടുന്നതിന് തുല്യമാണ്. ഈസ് കോൾഡ് ദ സ്വോർഡ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ വാൾ വീശുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനപ്പുറത്ത് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ചിലത് അകത്ത് ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. Hallelujah, hallelujah, hallelujah. Chandana, can you stand? If possible. The Lord says you are a warrior. I don't know why the Holy Spirit says I'm giving you some weapons and some tools tonight. ഇതാ ചില ആയുധങ്ങൾ, പോരിനുള്ള ചില ആയുധങ്ങളെ, ഉപകരണങ്ങളെ കർത്താവിലേക്ക് പകരുകയാണ്. You will not only save yourself and your family, but you will be saving so many families and so many people around. നിന്റെ സ്വന്തം കുടുംബത്തെ, നിന്നെ മാത്രമല്ല നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അനേക കുടുംബങ്ങളെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ ഉള്ളത് നിനക്ക് കർത്താവ് തരികയാണ്. I can see some kind of currents turning, taking a different direction and flowing away. Current. ഇതാ ചില ഒഴുക്കുകൾ വന്നിട്ട് കറങ്ങി ചുറ്റും വലയം വെച്ചിട്ട് പക്ഷെ വേറൊരു ദിശയിലേക്ക് അത് മാറിപ്പോകുന്നത് പോലെ കർത്താവ്. And that is because of your fighting mode. ഇതാ പ്രാർത്ഥനയിൽ പോരാടുന്ന നിമിത്തമാണ് സംഭവിക്കുന്നത്. Hallelujah, hallelujah. And in the days to come you will be known as a heroine in faith. ഇതാ വിശ്വാസത്തിന്റെ ഒരു വീര വനിതയായി നീ അറിയപ്പെടാൻ പോകുന്നു. Come on somebody. A few women of God, just go there and pray for her right now. ഇതാ ചില ശുശ്രൂഷക്കാരികൾ അവരുടെ അവളുടെ അടുക്കൽ ചെന്ന് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. Something great is happening there. ചില വൻകാര്യങ്ങൾ കർത്താവ് മകളുടെ ജീവിതത്തിൽ ചെയ്യുന്നു. Come on everybody, pray, 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 pray. എല്ലാവരും Hallelujah. Same time as she is receiving, at the same time there is an anointing to touch and heal everyone. There is an anointing to equip you into worship right now. ഇതാ ആ സഹോദരി പരിശുദ്ധത തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ സൗഖ്യമാക്കുവാൻ, നിങ്ങളിൽ ചിലത് പകരുവാനായിട്ട് ഇതാ കർത്താവിന്റെ വലിയൊരു പകർച്ച ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. There are some people tonight with some hip joint problems. ഇതാ തുടയെല്ലിന്റെ ജോയിന്റിൽ പ്രശ്നമുള്ള ചില വ്യക്തികൾ ഇവിടെയുണ്ട്. And the Lord wants to heal you. ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. This is so clear. The Lord wants to heal you. അത് വളരെ വ്യക്തമാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് ഈ അന്തരീക്ഷത്തിൽ എന്തും നടക്കും. എന്നോട് പറയാം, ഈ അന്തരീക്ഷത്തിൽ എന്തും നടക്കും. കാരണം പരിശുദ്ധാത്മാവ് ടേക്ക് ചെയ്തിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്തും നടക്കും. Come on everybody, pray right now. പ്രാർത്ഥിച്ചു എല്ലാവരും, ശക്തമാണെന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഈ നാവ് കൊണ്ട് ശരിയായ രീതിയിൽ വിശ്വാസം പറഞ്ഞ് ഒരു വലിയൊരു ജയമെടുക്കാൻ കഴിയാതിരുന്ന ചിലര് ഇന്ന് ആ നാവിന്റെ കെട്ട് കർത്താൻ പഴിച്ചിരിക്കുക. ശക്തമായി വചനം പറയാൻ, വിശ്വാസം പറയാൻ നിന്റെ നാവിനെ കർത്താവ് ശക്തീകരിക്കുക. ഈ സഹോദരന്മാരുടെ ഇടയിൽ അത് സംഭവിക്കുന്നുണ്ട്, സഹോദരിമാരുടെ ഇടയിൽ സംഭവിക്കേണ്ട നാവിന്റെ മേൽ, കമോൺ, നാവിന്റെ മേൽ കർത്താവ് എന്തോ ഒരു ഓ മൈ ജീസസ്, ഞാനിത് പറയുന്ന സമയത്ത് തന്നെ നാവിൽ ചിലർക്ക് അത് അനുഭവിക്കാൻ കഴിയും. യു ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, യു ക്യാൻ ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ്.
on your tongue. Something is getting loosed in the mighty name of Jesus. പിശാച് നാവ് കൊണ്ട് വിശ്വാസം പറഞ്ഞ് ജയിക്കാൻ കഴിയാത്ത രീതിയിലാക്കി കളഞ്ഞ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ നിന്ന് മാറിപ്പോവുക.